ഹലോ ഗായ്സ്, വളരെ ഈസി ആയിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നല്ല ഫ്രഷ് ബ്രോക്കോളി എടുത്തിട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് എടുക്കുക. ഈ സ്ട്രെയിൻ ചെയ്ത ബ്രോക്കോളി നമ്മൾ എയർ ഫ്രയറിൽ ഉപ്പും ഒലിവ് ഓയിലും ചേർത്ത് ജസ്റ്റ് 15 മിനിറ്റ്സ് വെച്ച് ഫ്രൈ ചെയ്ത് എടുക്കുക. നമുക്ക് കുറച്ചുകൂടെ അധികം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെയും നമുക്ക് എയർ ഫ്രൈ ഒരു 5 മിനിറ്റ്സ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ്സ് കൂടി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്രിസ്പി ടൈപ്പായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ എടുക്കാം. ചിക്കൻ ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞ് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള മസാല എല്ലാം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് മഞ്ഞൾ, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ജസ്റ്റ് കളറിന് വേണ്ടി മാത്രം. കുരുമുളക് ചേർന്നതുകൊണ്ട് ലിറ്റിൽ സ്പൈസി ആയിരിക്കുമല്ലോ, അങ്ങനെ ഓവർ സ്പൈസി ആകാതിരിക്കാൻ വേണ്ടി. പിന്നെ അല്പം യോഗട്ടും കൂടെ ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു 15 മിനിറ്റ്സ് പറ്റുവാണെങ്കിൽ വയ്ക്കുക. ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അങ്ങനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കുക. ആക്ച്വലി ഇത് ഞാനിപ്പോൾ എൻ്റെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിക്ക് വളരെ ഹെൽപ്പ് ചെയ്തൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇത്. ഞാൻ ഇതിൻ്റെ കൂടെ റൈസും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. റൈസിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ചിക്കൻ എടുത്തിട്ട് എയർ ഫ്രയറിൽ ഒരു 20 മിനിറ്റ്സാണ് വെക്കേണ്ടത്. 20 മിനിറ്റ്സ് നമ്മൾ വെക്കുമ്പോഴത്തേനും ചിക്കൻ നല്ലതായിട്ട് അത്യാവശ്യം ജ്യൂസി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ കുറച്ചധികം നേരം കൂടെ വെക്കാം. ഞാനിപ്പോൾ ഈ ചിക്കൻ്റെ കൂടെ കുറച്ച് സാലഡ് ഓണിയനും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ജസ്റ്റ് ഒരു ഗ്രിൽ ടൈപ്പ് ഒരു സാലഡ് ഓണിയനും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സാലഡ് ഓണിയനും കൂടെ ഈ ചിക്കൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 20 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല ജ്യൂസി ആയിട്ട് ചിക്കൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു ക്രിസ്പി ആയിട്ട് വേണമെന്ന് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ സാലഡ് ഓണിയനോട് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ചിക്കൻ മറച്ച് വെച്ചിട്ട് പിന്നെയും ഒരു 20 മിനിറ്റ്സും കൂടെ വയ്ക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ചിക്കൻ്റെ ഏത് ടെക്സ്ചറാണോ ഇഷ്ടം അതനുസരിച്ച്. അങ്ങനെ എൻ്റെ ലഞ്ച് ബോക്സ് റെഡി.